ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് നികേഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ നിധിയും അരികിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. കാറിൽ കിടന്നുറങ്ങുന്ന സുധീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത് പറയുന്നു, ഹലോ പറയടാ നികേഷ്. പെട്ടെന്ന് ഫോൺ വാങ്ങിച്ച് നിധി ചോദിക്കുന്നു, സുധീഷ് എവിടെയാ? സുധീഷ് ചോദിക്കുന്നു, നികേഷാണോ സംസാരിക്കുന്നത്? അപ്പൊ നിധി ചോദിക്കണം, എന്താ എന്റെ ശബ്ദം കേട്ടാൽ അറിയില്ലേ സുധീഷിന്? ഞാൻ നിധിയാ സംസാരിക്കുന്നത്. സുധീഷ് ചോദിക്കുന്നു, ഓ നിധിയാണോ? മാഡം എന്തിനാ എന്നെ വിളിക്കുന്നത്? നിധി ചോദിക്കുന്നു, രാത്രി എവിടെ പോയതാ? ഇതുവരെ വീട്ടിൽ വന്നില്ലല്ലോ, ഇപ്പൊ എവിടെയാ ഉള്ളത്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി രാത്രി ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോയിട്ട് വരുവാ. ഉറങ്ങാതാണോ വണ്ടി ഓടിച്ചെന്നാ നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അതെ നിധി, രാത്രിയെല്ലാം വണ്ടി ഓടിച്ചു. 1 മണിക്കൂർ മുമ്പ് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി കുറച്ചു നേരം ഉറങ്ങാന്ന് കരുതി ഉറങ്ങുകയായിരുന്നു. ഇത് കിട്ടാൻ നിധി ചോദിക്കുന്നു, എന്താ വീട്ടിലേക്ക് വന്നാ ഉറങ്ങാൻ പറ്റില്ലേ? ആദ്യം വീട്ടിലേക്ക് വാ, ദാ വരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണം, ഉടനെ വരണം. വരാൻ നിധി ഫോൺ വെക്കുന്ന സുധീഷ് പറയുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുകയാണ് നിധി. സുധീഷ് പറയുന്നു, എന്താ ഇവള് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്? ഇവള് ചീത്ത വിളിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇറങ്ങി പോകുന്നത്, പിന്നെ എന്തിനാ ഫോൺ വിളിച്ച് വഴക്ക് പറയുന്നത്? വന്ന് വന്ന് എന്റെ ജീവിതം ഇപ്പോൾ ഹരീഷിന്റെ ജീവിതം പോലെയായി. ഹരീഷിനെ നീതു വിളിച്ച് ചീത്ത വിളിക്കും, എന്നെ നിധിയും. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുഖം കഴുകി സുധീഷ് കാറിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു വളവ് തിരിയുമ്പോൾ ഒരു ബൈക്കിൽ വന്നിടിക്കുകയാണ് സുധീഷ്. ബൈക്കുകാരൻ താഴേക്ക് വീഴുന്നു. സുധീഷ് വണ്ടി നിർത്തി ഞെട്ടി തിരിഞ്ഞു നോക്കുകയാണ്. ആ വഴി വന്ന 2-3 പേർ റോഡിലേക്ക് വീണ ആ ബൈക്കുകാരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സുധീഷ് പറയുന്നു, എടോ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ? റോഡ് നോക്കി വരണോടാ. അതിനൊരാൾ പറയുന്നു, ഒരാളെ ഇടിച്ച് വീഴ്ത്തിയിട്ട് നീ എന്താടാ അവിടെ ഇരുന്ന് വലിയ ഡയലോഗ് ഓടിക്കുന്നത്? ഇങ്ങോട്ട് വാടാ. അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ നിനക്ക്? നിന്റെ കണ്ണെന്താ പുറകിലായിരിക്കുന്നേ? എടാ നിന്നെയൊക്കെ ആരാടാ ഡ്രൈവിംഗ് ഓടിപ്പിച്ചേ? ഇയാള് വന്നത് റോങ് റൂട്ടിലാ. അപ്പോൾ കൂടെയുള്ള ആൾ പറയുകയാണ്, എടോ ടേണിങ്ങിന് വരുമ്പോൾ ശ്രദ്ധിച്ചോടിക്കണ്ടേ? ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കുന്നു, എടോ തനിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ ഇല്ലയോ? അയാൾ പറയുകയാണ്, എനിക്കാണോടോ വണ്ടി ഓടിക്കാൻ അറിയാത്തത്? നീയാടാ ഇൻഡിക്കേറ്റർ ഇടാതെ വന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ ഹോൺ അടിച്ചോണ്ടല്ലോടോ വന്നത്. അയാൾ ചോദിക്കുന്നു, ഹോൺ അടിച്ചാ മതിയോ? ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകുന്നതെന്ന് ആർക്കറിയാം? അങ്ങനെ അവർ അവിടെ വഴക്കുണ്ടാക്കുകയാണ്. അതിലൊരാൾ പറയുന്നു, നിർത്ത, ഇത് ശരിയാകില്ല, പോലീസിനെ വിളിക്ക്. ആരുടെ ഭാഗത്തെ തെറ്റെന്ന് അവര് പറയട്ടെ. അയാൾ പറയുന്നു, എന്റെ വണ്ടി ഇടിച്ച് വണ്ടിക്ക് ഡാമേജ് വരുത്തിയിരിക്കുക, താഴെ വീണ എന്റെ കൈക്കും പരിക്കുണ്ട്, നിന്നെ വെറുതെ വിടില്ലടാ ഞാൻ. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് നിന്നെ ഞാൻ അകത്താക്കൂടാ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി പോലീസ് വരട്ടെ, ആരുടെ ഭാഗത്തെ തെറ്റെന്ന് അവര് പറയട്ടെ. കൂടെയുള്ള ആൾ പറയുന്നു, അതാ ശരി, നിങ്ങൾ പോലീസിനെ വിളിക്ക്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, പോലീസ് ഒന്ന് പറയട്ടെ ആരാ തെറ്റ് ചെയ്തെന്ന്. വിളിക്ക്. ഇത് കേട്ട ബൈക്കുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. സുധീഷ് കാറിലേക്ക് പോയിരിക്കാനായി തുടങ്ങുമ്പോൾ തടഞ്ഞുകൊണ്ട് ഒരാൾ ചോദിക്കുന്നു, എടോ താൻ എവിടെയാടോ പോകുന്നത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, കാറിലിരിക്കാൻ പോവാടോ. അങ്ങനെ സുധീഷ് വളരെ ദേഷ്യത്തോടു കൂടി അവരോട് സംസാരിക്കുകയാണ്. തുടർന്ന് സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ് സുഭാഷ്. സാധനങ്ങൾ വാങ്ങിക്കാനായി സഞ്ജയും എടുത്ത് സുഭാഷ് ഇറങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് ഹരീഷും നികേഷും നിധിയും. പുറത്തേക്ക് നോക്കിക്കൊണ്ട് സുഭാഷ് പറയുകയാണ്, സുധീഷിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അപ്പോൾ ഹരീഷ് പറയുകയാണ്, രാത്രി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയതല്ലേ, വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഉറങ്ങിക്കാണും, ഉടനെ വരും. സുഭാഷ് പറയുകയാണ്, നമുക്ക് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. എല്ലാവരും ഓക്കെ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, എങ്കിൽ ഞാൻ പോയി ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാം. നിധി പറയുകയാണ്, സുഭാഷിട്ടാ പതിയെ വാങ്ങാം. അപ്പോൾ സുഭാഷ് പറയുകയാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ മോളെ ഭയങ്കര തിരക്കായിരിക്കും, അതിനു മുമ്പേ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഈ സമയം സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. സുധീഷ് വിളിക്കുന്നതെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, ചിക്കൻ ബിരിയാണിയുടെ കാര്യമൊന്നും പറയല്ലേ സുഭാഷേട്ടാ, ഉടനെ അടുത്ത ലിസ്റ്റ് തരും. അപ്പൊ സുഭാഷ് പറയുകയാണ്, അതിനെന്താടാ, അവൻ ചോദിക്കുന്നത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ് നീ എവിടാടാ? അത് സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് സുധീഷ്. സുധീഷ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ നിന്റെ ശബ്ദം വല്ലാതിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സുധീഷ് പറയുകയാണ്, അതെ സുഭാഷേട്ടാ, ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോൾ ഒരു 2-വീലറുകാരനെ തട്ടി. ഇത് കിട്ടി സുഭാഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ എല്ലാവരും സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് പറയുന്നു, അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഒടുവിൽ പോലീസിനെ വിളിച്ചു. ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്, സുഭാഷ് ഇങ്ങോട്ട് വരുമോ? ഇത് കിട്ടി സുഭാഷ് പറയുകയാണ്, ശരിയടാ സുധീഷ്, ഞാൻ ഉടനെ വരാം. അങ്ങനെ സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ സുധീഷ് എന്താ പറഞ്ഞത്? എന്തെങ്കിലും സുഭാഷേട്ടൻ ടെൻഷനായിട്ട് നിൽക്കുന്നത്? സുഭാഷ് പറയുകയാണ്, സുധീഷിനെ പോലീസ് പിടിച്ചെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിധിയും ഹരീഷും നികേഷും. സുധീഷേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഒരു 2-വീലറുകാരൻ റോങ് ആയിട്ട് വണ്ടി ഓടിച്ചോണ്ട് വന്ന് ഇവന്റെ വണ്ടിയുടെ മുന്നിൽ വീണെന്ന്. അയാള് കേസ് കൊടുത്തതുകൊണ്ട് സുധീഷിനെ പോലീസ് പിടിച്ചെന്നാ പറഞ്ഞു. സ്റ്റേഷനിലാണ്, നിങ്ങൾ ഉടനെ എത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ടെൻഷനോട് കൂടി നിധി ചോദിക്കുന്നു, അയ്യോ സുഭാഷേട്ടാ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, മോളെ ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ഞാനും വരാം സുഭാഷേട്ടാ എന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, സുഭാഷേട്ടാ ഞാനും വരാം. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, നികേഷ് നീ വരണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. അപ്പോൾ നികേഷ് പറയുകയാണ്, ഞാനും വരും സുഭാഷേട്ടാ, എനിക്ക് പേടിയാ. ഹരീഷ് പറയുകയാണ്, നീ അവിടെ വന്നാൽ ശരിയാകില്ല, ഇപ്പോഴേ നിന്റെ കണ്ണ് നിറഞ്ഞു. ഞാനും സുഭാഷേട്ടനും കൂടി പോയി അന്വേഷിച്ചിട്ട് വരാം, ഞങ്ങൾ സുധീഷേട്ടനും കൊണ്ടേ വരത്തുള്ളൂ. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ്, സുഭാഷേട്ടാ ഞാനും വരാം. അപ്പോൾ സുഭാഷ് ചോദിക്കണം, മോൾ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്? ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ നിധി പറയുകയാണ്, ഇല്ല സുഭാഷേട്ടാ ഞാനും വരാം, ഇവിടെ ഇരുന്നാലേ എന്റെ ടെൻഷൻ കൂടത്തേ ഉള്ളൂ, എങ്കിൽ മോളും വാന്ന് പറഞ്ഞ് സുഭാഷും ഹരീഷും അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കുകയാണ്, സുഭാഷേട്ടാ പണം എന്തെങ്കിലും എടുക്കണ്ടേ? അത് ശരിയാണല്ലോ, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞ് സുഭാഷും ഹരീഷും അകത്തേക്ക് കയറി വന്ന കയ്യിലുള്ള
കയ്യിലുള്ള പണം എല്ലാം എടുക്കുകയാണ്. അവിടെ വെച്ചിരിക്കുന്ന സുധീഷിന്റെ പണം എടുക്കുകയാണ് ഹരീഷ്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്തിനാണ് അവന്റെ പണം എടുക്കുന്നത്? അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഇതും ആവശ്യം വരും സുഭാഷ് ഏട്ടാ, ഇതും കൂടി ഇരിക്കട്ടെ. നിധി തന്റെ ബാഗിൽ നിന്നും പണം എടുക്കുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, മോൾ എന്തിനാ പണം എടുക്കുന്നത്? മോള് ജോലിക്ക് പോകുന്നതല്ലേ, കയ്യിലുള്ള കാശ് ഇരിക്കട്ടെ, ഞങ്ങൾ പണം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് നികേഷ്. തുടർന്ന് പോലീസ് ഓഫീസറുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, സർ, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാൻ വണ്ടി സൈഡിലാണ് നിർത്തിയിരുന്നത്. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നു, നിന്നോട് അവിടെ ഇരിക്കാനല്ല പറഞ്ഞത്, പോയി അവിടെ ഇരിക്കടാ. അപ്പോൾ സുധീഷ് പറയുകയാണ്, സർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇയാളാ റോങ് റൂട്ടിൽ വന്നത്. ദേഷ്യത്തോടു കൂടി അയാൾ ചോദിക്കുന്നു, മിണ്ടാതിരിക്കുന്നോ അതോ നീ അടി വാങ്ങിച്ച് അടങ്ങുകയുള്ളൂ? പോടാ, അവിടെ പോയി ഇരിക്കടാ. ഈ സമയം അവിടേക്ക് വരികയാണ് സുഭാഷും ഹരീഷും. പിന്നാലെ നിധി അവിടേക്ക് വരുന്നു. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ്, എന്തിനാണ് നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? സുധീഷ്, എന്താ നടന്നത്? ആ ബൈക്കുകാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അയാൾ വന്ന് എന്റെ ബൈക്കിന്റെ മുന്നിൽ വീണു. ഇപ്പം എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഞാൻ എന്ത് പറഞ്ഞിട്ടും പോലീസുകാർ എന്നെ വിശ്വസിക്കുന്നില്ല. മൊത്തം കുറ്റവും എന്റെ തലയിലാക്കി. ഇത് കേട്ട പോലീസ് ഓഫീസർ, ആരാടോ നിങ്ങളൊക്കെ? ഇവിടെ വാടോ, നിങ്ങൾ എന്തിനാ അവനോട് സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, അവന്റെ അനുജനാണ് സർ. കുറെ വർഷങ്ങളായിട്ട് അവൻ വണ്ടി ഓടിക്കുന്നതാ. അവന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാകാൻ സാധ്യതയില്ല സർ. ഇത് കേട്ട് ഓഫീസർ ചോദിക്കുകയാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്നതിന്റെ അഹങ്കാരത്തിലാണോ അവൻ പോയി ഇടിച്ചത്? ഇയാള് കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, FIR ഫയൽ ചെയ്യാൻ പോകുക. FIR എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുകയാണ്, ഇനി നിങ്ങൾക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും കോർട്ടിൽ പോയി പറഞ്ഞാൽ മതി. സുഭാഷ് പറയുന്നു, സർ, FIR ഒന്നും വേണ്ട, അവനെ വെറുതെ വിടണം സർ. അപ്പോൾ ബൈക്കുകാരൻ പറയുകയാണ്, സർ, നിങ്ങൾ FIR എഴുതണം. റോഡിൽ വെച്ച് അവൻ എങ്ങനെ സംസാരിച്ചെന്നറിയോ? എന്തൊരു അഹങ്കാരമാണെന്നറിയോ അവന്? ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. സുഭാഷ് പറയുന്നു, അയ്യോ സർ, അതൊരു ചെറിയ പ്രശ്നമല്ലേ, അതിനെ വലുതാക്കരുത്, ദയവ് ചെയ്ത് ക്ഷമിക്കണം, FIR ഒന്നും എഴുതണ്ട. അയാൾ പറയുകയാണ്, അതൊന്നും പറ്റില്ല, FIR എഴുതി അവനെ അകത്താക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല. അയ്യോ സാറെന്ന് പറഞ്ഞ് സുഭാഷ് കൈകൂപ്പുമ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, നാടു റോഡില് SP യുടെ മകനെ മനഃപൂർവ്വം വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയതിനാണ് കേസ്. DNS 109. ഒരു 10 വർഷം അകത്തിടാനുള്ള വകുപ്പ് ചേർത്ത് FIR ഇടാനാ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുഭാഷും ഹരീഷും സുധീഷും. പോലീസ് ഓഫീസർ പറയുന്നു, കോൺസ്റ്റബിൾ, അവൻ ഓടിച്ചുകൊണ്ട് വന്ന വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഓണറെ വിളിച്ചു പറ. ടെൻഷനോടുകൂടി സുധീഷ് പറയുകയാണ്, പ്ലീസ് സർ, ഓണറെ ഒന്നും വിളിക്കരുത്. ദേഷ്യത്തോടുകൂടി കോൺസ്റ്റബിൾ പറയുന്നു, നമ്പർ പറയണം. പറയാനല്ലേ പറഞ്ഞു. സുധീഷ് തോമസ് ഏട്ടന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. സുഭാഷും ഹരീഷും പോലീസ് ഓഫീസറിന്റെ കാല് പിടിക്കുന്നത് പോലെ അപേക്ഷിക്കുകയാണ്. അയാൾ പറയുന്നു, നിർത്തടോ, ഇതൊരു പോലീസ് സ്റ്റേഷനാ. എടോ, അവനെ പിടിച്ച് അകത്താക്ക്, വാട ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സുധീഷിനെ പിടിച്ചു വലിച്ചവർ സെല്ലിലാക്കുകയാണ്. സുധീഷ് പറയുന്നു, സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾ ആ റോങ് റൂട്ട് വന്നത്. ശേഷം കോൺസ്റ്റബിൾ സുഭാഷിനെയും ഹരീഷിനെയും നിധിയെല്ലാം പുറത്താക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എന്ത് ചെയ്യടാ? സുധീഷിനെ അവര് സെല്ലിലാക്കി. കംപ്ലൈന്റ് കൊടുത്ത ആള് ഒട്ടും അയയുന്നില്ല, പിന്നെങ്ങനെ നമ്മൾ സുധീഷിനെ പുറത്തെടുക്കുക? ഹരീഷ് പറയുകയാണ്, ഇത് റോഡിൽ തന്നെ പറഞ്ഞു തീർക്കേണ്ട കേസാ, പോലീസ് സ്റ്റേഷൻ വരെ എത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ സമയം അവിടേക്ക് വരികയാണ് തോമസ് ഏട്ടൻ. അരികിലേക്ക് വന്ന തോമസ് ഏട്ടൻ ചോദിക്കുന്നു, സുഭാഷ്, സുധീഷിന്റെ വണ്ടി ആക്സിഡന്റ് ആയോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, അങ്ങനെയല്ല തോമസ് ഏട്ടാ, സുധീഷ് ഏട്ടൻ നേരെ വണ്ടി ഓടിച്ചത്, ഒരാൾ റോങ് ആയിട്ട് കയറി വന്നത്. പക്ഷെ ഇപ്പോൾ സുധീഷ് ഏട്ടനെ അവര് കുറ്റക്കാരാക്കി സെല്ലിൽ അടച്ചു. SP യുടെ മകനായതുകൊണ്ട് പോലീസുകാരെല്ലാം അയാളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യണോന്നറിയില്ല. ഇത് കേട്ട് തോമസ് ഏട്ടൻ പറയുന്നു, ശരി, ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, എനിക്ക് പേടിയാവുന്നു, അവർ FIR എഴുതുവോ? അറിയില്ല മോളെന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ടെൻഷൻ ആകാതെ, തോമസ് ഏട്ടൻ സംസാരിച്ചിട്ട് വരട്ടെ. അകത്തേക്ക് കയറി വന്ന തോമസ് ഏട്ടൻ പോലീസിനോടും SP യുടെ മകനോടും ഒക്കെ സംസാരിക്കുകയാണ്. സുധീഷ് ടെൻഷനോടുകൂടി അവരെ നോക്കുന്നുണ്ട്. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, എനിക്കറിയാവുന്ന ഒരു വക്കീലുണ്ട്, ഞാൻ ആ വക്കീലിനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. പുറത്തേക്ക് ഇറങ്ങി വന്ന തോമസ് ഏട്ടനോട് സുഭാഷ് ചോദിക്കുന്നു, എന്തായി തോമസ് ഏട്ടാ? അപ്പൊ തോമസ് ഏട്ടൻ പറയുകയാണ്, ഈ കംപ്ലൈന്റ് കൊടുത്ത ആള് SP യുടെ മകനായതാ പ്രശ്നം. പോലീസ് അയാളെ അല്ലേ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ സുധീഷും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമായിരുന്നു. സുഭാഷ്, കുറച്ച് പണം കൊടുത്താലോ? പണം കൊടുത്താൽ ചിലപ്പോ നടക്കാൻ സാധ്യതയുണ്ട്. കൊടുക്കാമെന്ന് സുഭാഷും ഹരീഷും പറയുമ്പോൾ തോമസ് ഏട്ടൻ പറയുന്നു, ശരി, വാ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അങ്ങനെ അവർ അകത്തേക്ക് കയറി വരുമ്പോൾ ഓഫീസർ പറയുന്നു, നിങ്ങൾ ഇതുവരെ പോയില്ലേ? എന്താണെങ്കിലും കോർട്ടിൽ സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക്. അപ്പോൾ തോമസ് ഏട്ടൻ പറയുകയാണ്, സർ, കോർട്ടിലേക്കൊന്നും കേസ് കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ നമുക്ക് സംസാരിച്ച് തീർക്കാം. മോന്റെ വണ്ടി നന്നാക്കുന്നതിന് എത്ര ആകുമെന്ന് പറ, അതിന്റെ ചിലവെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പയ്യനാ, അവന്റെ ജീവിതം നശിപ്പിക്കരുത്. മോന്റെ ഒരു സഹോദരനെ പോലെ കണ്ട് ആലോചിക്ക്. അയാൾ പറയുന്നു, അതൊന്നും ശരിയാകില്ല, FIR എഴുതി അവനെ അകത്താക്കണം. തോമസ് ഏട്ടനും സുഭാഷും അയാളോട് സംസാരിക്കുകയാണ്. തുടർന്ന് തോമസ് ഏട്ടൻ പറയുന്നു, സർ, സാർ ഒന്ന് സംസാരിച്ച് നോക്ക്. ഇത് കേട്ട ഓഫീസർ പറയുകയാണ്, ശരി, നിങ്ങൾ പുറത്ത് നിൽക്ക്, ഞാൻ ഇയാളോട് സംസാരിച്ചിട്ട് വിളിക്കാം. അങ്ങനെ പോലീസ് ഓഫീസർ SP യുടെ മകനോട് സംസാരിക്കുകയാണ്. പുറത്തേക്ക് പോകുന്ന സുഭാഷും ഹരീഷും നിധിയും തോമസ് ഏട്ടനും എല്ലാം വിഷമത്തോടുകൂടി സെല്ലിൽ കിടക്കുന്ന സുധീഷിനെ നോക്കുകയാണ്. സുധീഷും വളരെ വിഷമത്തോടുകൂടി അവരെ നോക്കുന്നു. ഹരീഷിനെ അരികിലേക്ക് വിളിച്ച് സുധീഷ് ചോദിക്കുന്നു, എന്തിനാടാ നീ നിധിയെ കൂട്ടിക്കൊണ്ടുവന്നത്? അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തി വരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ ജയിലിൽ കിടക്കുന്നത് അവള് കണ്ടില്ലേ, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ കൊണ്ടുവരാൻ? ഒരു കോൺസ്റ്റബിൾ പറയുന്നു, എടോ, അവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, എന്താ സംസാരം, പുറത്തു പോ. ശരി സാർ എന്ന് പറഞ്ഞ് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ്
പുറത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് ഓഫീസർ പറയുന്നു, എടോ ഇങ്ങോട്ട് വാടോ. ഇത് കേട്ട് തോമസ് ഏട്ടനും സുഭാഷും നിധിയും ഹരീഷും എല്ലാം ഓഫീസറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അവർ അരികിലേക്ക് വരുമ്പോൾ ഓഫീസർ പറയുന്നു, ഇയാളുടെ വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്, ഇയാൾക്കും പരിക്ക് പറ്റി, എല്ലാം കൂടി ഒരു 75,000 രൂപ കൊടുത്ത് സെറ്റിലാക്കിക്കോ. 75,000 എന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണു തള്ളി നിൽക്കുമ്പോൾ ഓഫീസർ പറയുകയാണ്, കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പൊയ്ക്കോ. എല്ലാവരും കൂടി അപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ശരി സാർ, ഞങ്ങൾ എങ്ങനെയെങ്കിലും പണം കൊടുത്തോളാം, അവനെ വെറുതെ വിടണം. അപ്പോൾ ഓഫീസർ പറയുന്നു, ആദ്യം പണം കൊണ്ടുപോവാ, അതിനുശേഷം അവനെ വിടുന്നതിനെ പറ്റി ആലോചിക്കാം. പുറത്തേക്ക് ഇറങ്ങിയ സുഭാഷും ഹരീഷും തന്റെ കയ്യിലുള്ള പണമെല്ലാം എടുത്ത് എണ്ണി നോക്കുകയാണ്. തികയാത്ത പണം തോമസ് ഏട്ടൻ കൊടുത്ത് അവരെ സഹായിക്കുന്നു. തുടർന്ന് പണം കൊടുത്ത് സുധീഷിനെ പുറത്തിറക്കുകയാണ് അവർ. ഓഫീസർ ചോദിക്കുന്നു, എന്താടാ വലിയ റൗഡിയാണെന്നാണോ നിന്റെ വിചാരം? ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടടാ. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് ദേഷ്യത്തോടുകൂടി പോലീസുകാരനെ നോക്കുകയാണ് സുധീഷ്. നീ എന്താടാ നോക്കി പേടിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോണം. കണ്ടില്ലേ വീണ്ടും നോക്കി പേടിപ്പിക്കുന്നത്? എന്താണോ കണ്ണു ഒഴിപ്പിക്കുന്നതെന്ന് ചോദിച്ച് പോലീസ് ഓഫീസർ സുധീഷിന്റെ കർണപുക ചടിക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. സുഭാഷ് പറയുന്നു, സാർ ഒന്നും ചെയ്യല്ലേ, അവൻ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോളും. ഓഫീസർ പറയുകയാണ്, എടോ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് അവനെ പറഞ്ഞു വിട്. സുധീഷ് ദേഷ്യത്തോടുകൂടി അവര് പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഓഫീസർ പറയുകയാണ്, ഒരു മിനിറ്റ്, എടാ ലൈസൻസ് ആടാ. സുധീഷ് വടിച്ചു കേൾക്കുമ്പോൾ അയാൾ ചോദിക്കുന്നു, നിനക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ? ഓ, ലൈസൻസ് ഇല്ലാതെയാണോ ഇത്രയും നാളും നീ വണ്ടി ഓടിച്ചത്? സുധീഷ് തന്റെ ലൈസൻസ് എടുത്ത് കൊടുക്കുകയാണ്. അത് വാങ്ങിച്ചു നോക്കിയ ഓഫീസർ പറയുന്നു, ശരി, ലൈസൻസ് ഇവിടെ ഇരിക്കട്ടെ, ഒരു മാസം കഴിഞ്ഞ് വന്ന് വാങ്ങിച്ചോ, അതുവരെ നീ ആ വണ്ടിയിൽ കൈ വെക്കരുത്. തോമസ് ഏട്ടൻ പറയുകയാണ്, സർ വണ്ടി ഓടിച്ച് അവൻ ജീവിക്കുന്നത് പാവല്ലേ സർ, ആ ലൈസൻസ് അങ്ങ് കൊടുക്ക്. ഇത് കേട്ട് ഓഫീസർ പറയുകയാണ്, അത് ആളെ ഇടിക്കുമ്പോൾ അവൻ ഓർക്കണമായിരുന്നു, ഒരു മാസം വണ്ടി ഓടിക്കാതെ വീട്ടിലിരിക്കട്ടെ, അപ്പം വീണ്ടും വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോടിക്കണമെന്ന് അവര് തോന്നും. സുധീഷ് ദേഷ്യത്തോടു കൂടി അയാളെ നോക്കുമ്പോൾ ഓഫീസർ പറയുകയാണ്, എന്താടാ നീ നോക്കുന്നത്? ഇനി നീ ഒരിക്കലും വണ്ടി ഓടിക്കില്ല, ആ രീതിയിലാക്കും ഞാൻ, പോടാ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, സർ അങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് വന്ന് ലൈസൻസ് വാങ്ങിച്ചോളാം. വാടാ സുധീഷെ പോകാന്ന് പറഞ്ഞ് സുധീഷിനെയും കൂട്ടി അവരവിടെ നിന്ന് പോവുകയാണ്. വീടെന്ന് പറഞ്ഞ് സുഭാഷിന്റെ കൈ തട്ടി മാറ്റി സുധീഷ് ദേഷ്യത്തോടു കൂടി മുന്നോട്ട് നടക്കുന്നു. പിന്നാലെ പോവുകയാണ് എല്ലാവരും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്